أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ബഹുമാനപ്പെട്ട ഈ ഒരു ഇൻസൈറ്റ് 2024 സംഘാടകർ, ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, പടച്ചറപ്പിൻ്റെ രക്ഷയും സമാധാനവും നമ്മുടെ ഏവരെയും വർഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നിവിടെ നിൽക്കുമ്പോൾ രണ്ട് സന്തോഷങ്ങളാണുള്ളത്. ഒന്ന്, ഇങ്ങനെ ഒരു സംവിധാനം ഇവിടെ ആരംഭിച്ചതിലുള്ള ഒരു സന്തോഷം, അതിലിങ്ങനെ തുടർച്ചയായി മുന്നോട്ട് പോകുന്നതിലുള്ള സന്തോഷം. പലപ്പോഴും മദ്രസ പഠനത്തിന് ശേഷം നമുക്ക് ഇങ്ങനത്തെ അവസരങ്ങൾ പലപ്പോഴും ലഭ്യമാവാറില്ല. അങ്ങനെയുള്ളൊരു അവസരമാണ് ഇവിടുത്തെ സംഘാടകർ ഒരുക്കിയിരിക്കുന്നത്. അതിൽ ക്ഷണിച്ചതിലുള്ള സന്തോഷം അറിയിക്കുന്നു. റബ്ബ് നമ്മുടെ ഈ ഒരു ഇരുത്തം ഒരു സ്വാലിയായ കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. മറ്റൊരു സന്തോഷം എന്നുള്ളത്, ഇതേ സംവിധാനം 2018 എൻ്റെ നാട്ടിൽ ആരംഭിക്കുകയും അതിൻ്റെ 3ാമത്തെ ബാച്ച് ഉദ്ഘാടനം കൂടിയാണ് ഇന്നേ ദിവസം ഇപ്പോൾ ഇതേ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള സന്തോഷം. അതിൻ്റെ ഒരു മദ്രസയുടെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് തുടങ്ങിയത് എന്നുള്ളൊരു സന്തോഷം കൂടി സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും പോവാം. അപ്പോൾ ഇവിടെ കുറെ ആമുഖമായിട്ട് പറഞ്ഞതിന് വലിയ കുറെ കാര്യങ്ങളായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതോടൊപ്പം ചേർത്തുകൊണ്ട് പറയുന്നത് ടീം ഇന്ത്യ എന്നൊരു സംവിധാനമാണ്. കുറച്ചുകൂടി ഇവിടെ ടീം ഇന്ത്യ ഏജിലുള്ള ആളുകളായതുകൊണ്ട് അതിൻ്റെ ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയാണ് എന്നതുകൂടിയാണ്. അപ്പൊ നമ്മള് ആ ഒരു വൈബിൽ കൂടിയുള്ള ആളാണ് എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ചോദിക്കാനും പറയാനുമുള്ള ഒരു അവസരം കൂടി ഇതിൽ സാന്ദർഭികമായിട്ടുണ്ടാകും. ഇൻഷാ അല്ലാഹ് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. അതിനു മുമ്പ് നിങ്ങളോട് ചോദ്യം ചോദിച്ചു തുടങ്ങാൻ ഞാൻ ചോദ്യം നിങ്ങൾ നോട്ട്ബുക്ക് ഉള്ള ആൾക്കാരൊക്കെ എടുക്കാം. ചിലതൊക്കെ ഇങ്ങനെ പ്രസന്റേഷൻ ആയതുകൊണ്ട് ചിലതൊക്കെ നോട്ട് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇവിടെ ക്വിസ് മത്സരം കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ചിലതൊക്കെ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുമെന്നും വിചാരിക്കുകയാണ്. ഓക്കെ, നോട്ട്ബുക്ക് ഉള്ള ആൾക്കാര് നോട്ട്ബുക്ക് എടുക്കാം, അല്ലാത്തവര് ജസ്റ്റ് ഒരു പറഞ്ഞാൽ മതി. നിങ്ങൾ പറയേണ്ടത് നിങ്ങൾക്ക് അറിയുന്ന 5 ശാസ്ത്രജ്ഞന്മാരുടെ പേരുകളാണ് പറയേണ്ടത്. ഓക്കെ, എണീറ്റ് നിന്നിട്ട് ഓരോരുത്തർക്ക് പറയാം പെട്ടെന്ന്. നിങ്ങൾ അങ്ങോട്ട് പറയല്ല, എണീറ്റ് നിന്നിട്ട് പറയണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ എനിക്കറിയാം, നിങ്ങൾ പഠിച്ചതാണെന്ന് പറയാം, അതുകൊണ്ടാണ് പെട്ടെന്ന് ചോദിക്കുന്നത്. എണീറ്റ് നിന്നിട്ട് പറയാം. യെസ്, ഓരോരുത്തർ പറഞ്ഞാൽ മതി, ഒരാളെ പറഞ്ഞാൽ മതി, എല്ലാവരും കൂടി പറയണ്ട. ചില ആൾക്കാർ പറഞ്ഞാൽ അൽബറൂനി. ഓക്കെ, അടുത്ത് ഐസക് ന്യൂട്ടൻ. അയ്യോ, ഒരു കയ്യടി കൊടുക്കി. സൽമാൻ ഫിദ്. എനിക്കറിയാലോ, അതുകൊണ്ടാണ്. ഓക്കെ, അടുത്ത് ആൽബർട്ട് ഐൻസ്റ്റീൻ. ഓക്കെ, പിന്നെ ആൽക്കമിഡിസ്റ്റ് തുടങ്ങിയ പലരും അല്ലെ. ഞാൻ ഈ സയൻസ് ഫീൽഡിൽ അല്ലാത്തതുകൊണ്ട് നിങ്ങളെ പേരുകൾ പറഞ്ഞപ്പോ എന്താണ് ചിലപ്പോ മാറ്റിയിട്ടുണ്ടാവും. ഇതില് ഒരു പേര് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് നോട്ട് ചെയ്യപ്പെടുന്ന സ്വഭാവത്തിൽ പറഞ്ഞത്. നമ്മൾ പഠിച്ചിരിക്കുന്ന പല പേരുകളും എന്നുള്ളതാണിത്. ഐൻസ്റ്റീന് അല്ലെ, ഇങ്ങനത്തെ കുറെ പേരുകളാണ്. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞത് കേട്ടില്ലേ? ഓക്കെ, അതിനെ കുറിച്ച് ചില കാര്യങ്ങൾ കേൾക്കാനും അതിനെ കുറിച്ച് അറിയാനുമാണ് ഇന്ന് ഇവിടെ ഈ ടോപ്പിക്കിൽ ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് പോവാം. നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്നുള്ളത് കാണില്ലേ, അവിടെ കാണില്ലേ? എന്താണ് ഇസ്ലാംസ് കോൺട്രിബ്യൂഷൻ ടു വേൾഡ് സിവിലൈസേഷൻ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാല് ഇംഗ്ലീഷ് അല്ലേ? ബാക്കാണോ? അല്ല, ഓക്കെ, അറിയാം. എന്താണ് ഓക്കെ, ഇസ്ലാമിന്റെ സംഭാവനകള് ലോക നാഗരികതയ്ക്ക് എത്രത്തോളം ഉണ്ട് എന്നതിനെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. ഓക്കെ, അപ്പൊ ടോപ്പിക്കുകളെ മനസ്സിലുണ്ടാവും.
എന്താണ് ലോക നാഗരികർക്ക് മുസ്ലിങ്ങളുടെ പങ്ക്, ഇസ്ലാമിന്റെ കോൺട്രിബ്യൂഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മൾ സംസാരിക്കുന്ന, ചർച്ച ചെയ്യുന്ന വിഷയം. സിവിലൈസേഷൻ എന്താണ്? സിവിലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വായിക്കോ കേട്ടോ. നിങ്ങളെ ശ്രദ്ധ ഇവിടെ ഉണ്ടാവണം, അതുകൊണ്ടാണ് എല്ലാവർക്കും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്താണ്? മാനവിക സമൂഹത്തിന്റെ അല്ലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചിന്താപരമായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള പുരോഗതിക്ക് എന്താണോ ഉള്ളത് അതിനെയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്കാണ്, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള മുന്നോട്ട് പോക്കുകൾക്കാണ് പലപ്പോഴും നമ്മൾ നാഗരികതകൾ എന്ന് സംസാരിക്കുന്നത്, പറഞ്ഞു വെക്കുന്നത്. കുറച്ചുകൂടി ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, രണ്ട് തലത്തിലുള്ള രൂപത്തിൽ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ്, സാങ്കേതികമായിട്ട് പുരോഗതിയിലേക്ക് എത്തിച്ചേരുക എന്നതുപോലെ തന്നെ മോറലി ആൻഡ് എത്തിക്കലി, ധാർമ്മികമായി കൊണ്ട് എന്താണ് കുറച്ചുകൂടി മുന്നേറുക എന്ന അർത്ഥത്തിൽ അതിനെ മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, ഇതിനെയാണ് എന്ത് പറയാ, സിവിലൈസേഷൻ എന്ന സ്വഭാവത്തിൽ, നാഗരികത എന്ന സ്വഭാവത്തിൽ നമുക്ക് പറഞ്ഞു വെക്കാറുള്ളത്. 21ാമത്തെ സെഞ്ചുറി അല്ലെ, നൂറ്റാണ്ടുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. എന്താണത്? നോക്കുമ്പോ ചിത്രം കണ്ടു മനസ്സിലാണ്. എന്താണ്? ഫോണ്, ഐഫോൺ ഇല്ലേ? ഐഫോണാ? എന്താണ് അതിന്റെ അടിയിലേക്ക് വെച്ചിട്ടുണ്ട്. എന്താണ്? ബിൽഡ് അപ്പോൺ ദി ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ വ്യവസായ വിപ്ലവം എന്നൊക്കെ പറയില്ലേ? ഓക്കെ, വ്യവസായ വിപ്ലവം അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള റോക്കറ്റുകളായാലും അതുപോലെ തന്നെ അത്തരത്തിലുള്ള സംവിധാനങ്ങളുമായിട്ടാണ് നമുക്ക് 21ാമത്തെ നൂറ്റാണ്ടിൽ നമ്മൾ കാണുന്നത്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അല്ലെങ്കിൽ വ്യവസായ വിപ്ലവം സംഭവിക്കുന്നത് എവിടെയാണ്? അല്ലെ, ബിൽഡ് അപ്പോൺ ദി റിനൈസൻസ് എന്ന് പറഞ്ഞാൽ നവോത്ഥാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് എന്ത് രൂപപ്പെടുന്നത് എന്നുള്ളതാണ്. ഞാനൊരു ഗ്രാഫ് കാണിക്കാം. എന്നാ ആ ഗ്രാഫ് ഒന്ന് നോക്കൂ, അല്ലെങ്കിൽ അതേ ചിത്രം ഒന്ന് നോക്കൂ. എന്താണ്? റോമൻസ്, ഗ്രീക്സ് അല്ലെ, പിന്നെന്താണ് 16ാമത്തെ നൂറ്റാണ്ടിൽ വരുന്നത് എന്താണ്? റിനൈസൻസ്, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, മോഡേൺ ഡേ സിവിലൈസേഷൻ. അതിന്റെ ഇടയിൽ ഒരു പീരീഡ് ഉണ്ട്. എന്താണ്? ഡാർക്ക് ഏജസ് എന്ന് പറഞ്ഞാൽ ഡെവലപ്മെന്റ് ഒന്നും ഇല്ലാത്ത ഒരു ഇരുണ്ട കാലം അല്ലെ. നമ്മൾ പഠിച്ച സിലബസിൽ സ്കൂളിൽ നമ്മൾ പഠിപ്പിച്ച ഒന്നാണ് ഡാർക്ക് ഏജസ്. അന്നെന്താണ്? ഇരുണ്ട കാലമാണ്, ഒന്നും സംഭവിച്ചിട്ടില്ല. എന്താണ് അവിടുന്ന് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ അന്വേഷണം. എന്ന് പറഞ്ഞാൽ എന്താണ് ആ കാലഘട്ടത്തിൽ എന്താ സംഭവിച്ചത്? എന്തായിരുന്നു സംഭവിച്ചിട്ടുണ്ടാകുക? ഇരുണ്ട കാലഘട്ടം എന്താണ്? ഡാർക്ക് ഏജസിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക? ഇത് പെട്ടെന്ന് കുറച്ച് പൊന്തിയതാണത്, ഒന്നുമില്ലാതെ പെട്ടെന്ന് പൊന്തി മുളച്ചതാണോ? അത് അല്ലെങ്കിൽ നവോത്ഥാനം സംഭവിച്ചതാണോ? അതാണ് ചോദ്യം. അവിടെയാണ് എന്താണ് മുസ്ലിം സിവിലൈസേഷൻ അഥവാ ആ ഡാർക്ക് ഏജ് പീരീഡ് എന്നുള്ളത് എന്താണ് നമ്മളെ പഠിപ്പിച്ചത് യൂറോപ്പാണ്. യൂറോപ്പ് പഠിപ്പിച്ച ഒന്നാണ് ആ ഡാർക്ക് ഏജ് പീരീഡ് എന്നുള്ളത്. എന്താണ്? ഇരുണ്ട കാലഘട്ടമായിരുന്നു, ഒന്നും സംഭവിച്ചിട്ടില്ല. അവിടെ എന്താണ്? ഒരു കണ്ടുപിടുത്തമില്ല, ഒരാളുമില്ല, ഒരു എന്താണ് പുതുതായിട്ട് ഒന്നുമില്ല. ആളുകൾ പിറകോട്ട് പോയ കാലഘട്ടമാണ്. എന്താണ്? ആളുകൾ പിറകോട്ട് പോയ കാലഘട്ടമാണ് എന്താണ് ആ ഒരു ഡാർക്ക് ഏജ് പീരീഡ് എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ എന്താണ് അദ്ദേഹം അവിടെ പറഞ്ഞു വെക്കുന്നത് എന്നതാണ്? മുസ്ലിങ്ങളാണ് എന്താണ് നവോത്ഥാനത്തിന്റെ അടിത്തറ പാകിയവർ എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അതിന്റെ തെളിവുകളായിക്കൊണ്ടുള്ള സംഗതികളാണ്, ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. എന്തുകൊണ്ടാണ് നമ്മളെ മനസ്സിൽ വന്നിട്ടുണ്ടോ? എന്തുകൊണ്ടായിരിക്കും ഈ കാലത്ത് ഈ സമയത്തുള്ള കാര്യങ്ങളൊന്നും പറയാതെ അല്ലെ? ഞങ്ങളൊന്നും അറിഞ്ഞില്ല, ഇല്ലല്ലോ. നമ്മളവിടെ പഠിച്ചണോ അന്ന് എന്താണ് സംഭവിച്ചത്? അവരുടെ ഇതിന്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഡാർക്ക് ഏജ് പീരീഡിൽ നമ്മളെന്താണ് ടീച്ചർ എന്താണ് പെട്ടെന്ന്
അന്ന് ഡാർക്ക് ഏജ് പീരീഡ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് പോകും. പക്ഷെ എന്തുകൊണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിലെ കാര്യങ്ങളെ ഇഗ്നോർ ചെയ്തത്, അല്ലെങ്കിൽ ഒഴിവാക്കിയത്, നമ്മളെ പഠിപ്പിക്കാതെ പോയത്, അല്ലെങ്കിൽ നമ്മൾക്ക് അതിനെക്കുറിച്ചുള്ള അറിവ് ലഭിക്കാതെ പോയത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടായിരുന്നു? എന്തുകൊണ്ടായിരിക്കും? മുസ്ലിങ്ങളുടെ കോൺട്രിബ്യൂഷൻസ് എന്നാണ് സംഭവിച്ചത്. പക്ഷെ ലോകത്തിന്റെ ആരായിരുന്നു ലോകം ആരെ ഭരിച്ചിരുന്നത്? അല്ലെങ്കിൽ ലോകത്ത് നമുക്ക് ലഭിക്കുന്ന അറിവ് ആരുടേതാണ്? യൂറോപ്യൻസിനാണ്. അപ്പൊ യൂറോപ്പിന്റെ ശത്രുക്കളാണ് ആര്? പ്രിൻസ് ചാൾസ് പറഞ്ഞു വെക്കുന്നത് എന്താണ്? We have tended to see Islam as the enemy of the West. ഞങ്ങളുടെ ശത്രുവാണത്, വെസ്റ്റിന്റെ ശത്രുവാണ് മുസ്ലിങ്ങൾ. സ്വാഭാവികമായിട്ട് എന്താണ് അവരുടെ മുസ്ലിങ്ങളുടെ കോൺട്രിബ്യൂഷൻ എന്തായാലും ഒരിക്കലും ശത്രുക്കളെ എന്താക്കില്ല, പ്രചരിപ്പിക്കൂല. എന്നാൽ പ്രചരിപ്പിച്ചില്ലെങ്കിൽ ഒട്ടുന്ന കുറച്ചിലാണ്. ഞങ്ങളതൊക്കെ കട്ടെടുത്തതാണ് എന്ന് പറഞ്ഞില്ലേ? ഇതൊക്കെ ഞങ്ങൾ മറ്റോടൊന്ന് മെല്ലെ കട്ടെടുത്തതാണ് എന്ന് പറയില്ലല്ലോ ആരും. ഓക്കെ, അതായിരുന്നു സംഭവിച്ചത് എന്നുള്ളത് അദ്ദേഹം കുറ്റസമ്മതം എന്ന സ്വഭാവത്തിൽ പറഞ്ഞു വെക്കുകയാണ്. അടുത്ത ചോദ്യം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടത്തിൽ എന്തുകൊണ്ടായിരുന്നു ഇത്തരം കണ്ടുപിടുത്തങ്ങൾ? പറഞ്ഞാൽ മുസ്ലിങ്ങൾ ഒരുപാട് കണ്ടുപിടുത്തങ്ങളും മറ്റു സംഗതികളൊക്കെ നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ നടത്തി. എന്തായിരുന്നു അവരെ പ്രചോദിപ്പിച്ചത്? എന്തുകൊണ്ടായിരുന്നു അവർ ഇത്തരത്തിലുള്ള പുതിയ കാര്യങ്ങളെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തിയത്? എന്തായിരിക്കും കാരണം? എന്തായിരുന്നു അവരെ പ്രചോദിപ്പിച്ച കാരണം? എന്താണ് അവരുടെ പ്രചോദന കേന്ദ്രം? നിങ്ങൾക്കറിയാം എന്താണ്? എന്താ എന്തായിരുന്നു അവരെ പ്രചോദിപ്പിച്ചത്? ഏതാണ്? ഒക്കെ മനസ്സിലുണ്ടായിരുന്നു, പറയാന്നല്ലേ? എന്താണ്? ഒന്നാമതാണ് ഖുർആനാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനാണ് അവരെ ഇതിനു വേണ്ടി. എന്താ ഖുർആൻ എന്താ പറയണേ? ഇതിന് മാത്രം എന്താ പറയുന്നത്? റബ്ബേ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകാം, കേട്ടില്ലേ? രണ്ടാമതെന്താണ്? പ്രൊഫറ്റ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലേ? മുഹമ്മദ് നബിയും ഖുർആനും സുന്നത്തുമാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിലേക്ക് അവരെ പ്രചോദിപ്പിച്ചത്, അവരെ മുന്നോട്ട് നയിച്ചത്, അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് അവരെ നാന്ദി കുറിച്ചത്. എന്തുകൊണ്ടാണ്? ഖുർആൻ എന്താ പറയുന്നത്? ഒന്നാമത്തെ ആയത്ത് എന്താ? ഏതാ ആയത്ത്? എന്താ പറയണത്? വായിക്കുക, നിങ്ങള് വായിക്കുക, നിങ്ങള് വായിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ ഒന്നാമത്തെ. ഈ ലോകത്തിലെ എല്ലാവരോടും പടച്ചറപ്പ് ആദ്യമായി പറയുന്നത് നിങ്ങൾ വായിക്കുക, നിങ്ങൾ അറിവ് കരസ്ഥമാക്കുക, നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുക എന്നതാണ് അള്ളാഹുവിന്റെ ഒന്നാമത്തെ ആഹ്വാനമായി കാണാൻ കഴിയുന്നത്. കഴിഞ്ഞില്ല, ഖുർആനിലെ 750-ലധികം സൂക്തങ്ങൾ, 750-ലധികം സൂറത്തുകൾ, 750-ലധികം ഇടങ്ങൾ നിങ്ങൾ പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടങ്ങളിലെല്ലാം അള്ളാഹു പറഞ്ഞു വെക്കുന്നുണ്ട് എന്ത്? അഫലാ തഅഖിലൂൻ, അഫലാ തൻദുറൂൻ, അല്ലേ? അഫലാ തതദബ്ബറൂൻ എന്നൊക്കെ പറഞ്ഞാ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? നിങ്ങൾ ആലോചിക്കുന്നില്ലേ? നിങ്ങൾ നോക്കുന്നില്ലേ? നിങ്ങൾ യാത്ര ചെയ്യുന്നില്ലേ? നിങ്ങൾ എന്താണ് മനനം ചെയ്യുന്നില്ലേ? എന്ന് തുടങ്ങിയ ചോദ്യങ്ങളാണ്. വ്യത്യസ്ത കാര്യങ്ങളെ നോക്കിക്കൊണ്ട്, വ്യത്യസ്ത കാര്യങ്ങളെ കാണിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നു, നിങ്ങൾ അതിനെക്കുറിച്ച് എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് അള്ളാഹുവിന്റെ ആഹ്വാനം, എന്നുള്ളതാണ് അള്ളാഹുവിന്റെ ആവശ്യം. അപ്പൊ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികവും നിങ്ങൾക്ക് എന്താക്കാൻ കഴിയും? നിങ്ങൾ അള്ളാഹുവിലേക്ക് എത്താൻ കഴിയും. അതാണ് വേണ്ടത്. നിങ്ങൾ ഇവിടുത്തെ ഒരു മലയെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ സാങ്കേതികമായ അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള സൃഷ്ടി വൈഭവത്തെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അള്ളാഹുവിലേക്ക് എത്താൻ കഴിയും. അതാണ് പോയിന്റ്, ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആയിട്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോട്ടുകൊക്കെ കൊണ്ടുവന്ന ആൾക്കാർക്ക് ഉപകരിക്കാതെ വിചാരിച്ചിട്ടില്ല. കുറച്ച് കാര്യങ്ങൾ സ്ലൈഡ് കൂടി പറഞ്ഞാക്കുന്നുണ്ട്. എന്താണ് ഖുർആനിൽ എന്താണ് രണ്ടാമത്തെ സൂറത്ത് 219
സൂക്തം നിങ്ങൾ വീട്ടിൽ പോയിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി അതിനെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടും. ജസ്റ്റ് ആയത്ത് നമ്പർ ജസ്റ്റ് എഴുതിച്ചാൽ മതി. 10ാമത്തെ സൂറത്ത് 101ാമത്തെ ആയത്ത്, 3ാമത്തെ സൂറത്ത് 191ാമത്തെ ആയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി എന്തൊക്കെ പറഞ്ഞത്? ഖുർആൻ മാത്രമല്ല പറയുന്നത്, മറിച്ച് എന്താണ് അള്ളാഹുവിന്റെ പ്രിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. എന്ത്? നിങ്ങൾ അറിവ് അന്വേഷിക്കുക, അറിവ് കരസ്ഥമാക്കുക. അറിവ് എന്നുള്ളത് എന്താണ്? ഫരീദത്തുൻ കുല്ലി മുസ്ലിം, എന്താണ്? നിർബന്ധമാണ്. എല്ലാ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിർബന്ധമായ കാര്യമായി മനസ്സിലാക്കുന്നു. അതിലേക്ക് നിങ്ങൾ എത്തപ്പെട്ട നിങ്ങൾക്ക് സ്വർഗത്തിലേക്കുള്ള പാത വഴി നിങ്ങൾക്ക് എളുപ്പമാക്കും. ഒരർത്ഥത്തിൽ പറയണമെങ്കിൽ നമ്മൾ ആ അറിവ് കരസ്ഥമാക്കുന്ന ആളുകളാണ്. അല്ലാഹു നമ്മുടെ സ്വർഗത്തിൽ എത്തിക്കുമാറാകട്ടെ. അത് വലിയൊരു സൗഭാഗ്യം ലഭിച്ച ആളുകൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? നിർബന്ധമായും അറിവ് കരസ്ഥമാക്കുക, പഠിക്കുക, വായിക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക, ആലോചിക്കുക എന്നുള്ളത് എന്താണ്? നിർബന്ധമായത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് സ്വാഭാവികമായിട്ടും അവർ അത്തരത്തിലുള്ള പഠനങ്ങൾ നടത്തി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആലോചനകൾ നടത്തി എന്ന് കാണാൻ കഴിയും. അതിലെ രണ്ടാമത്തെ ഒരു കാര്യം അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു വശമാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില നിർബന്ധങ്ങൾ അവരുടെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു, ചില അനിവാര്യതകൾ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. അതെന്താ? ചിത്രം എന്താ? അതെന്താ ചിത്രം? എന്താ ചിത്രം? എന്താ? കഅബയാണ്. കഅബ എന്താണ്? മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അതിന്റെ ആവശ്യം? എന്താ? കിബിലയാണ്. മുസ്ലിങ്ങളുടെ കിബിലയാണ്, നമസ്കാരത്തിനുള്ള കിബിലയായി കൊണ്ട് മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ കിബിലക്ക് അഭിമുഖമായിട്ട് നിൽക്കണം. ഒന്നാമത്തെ കിബില എവിടെയായിരുന്നു? ബൈത്തുൽ മഖ്ദിസില, ഫലസ്തീനിലല്ലേ? ഓക്കെ. അപ്പം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം കിബിലക്ക് അഭിമുഖമായി നമസ്കരിക്കുക എന്നുള്ളത് എന്താണ്? നിസ്കാരം നിർബന്ധമാണ്, അല്ലെങ്കിൽ നിസ്കാരത്തിൽ നിർബന്ധമായ ഒരു കാര്യമാണ്. അതില്ലെങ്കിൽ എന്താണ്? കിബിലക്ക് അഭിമുഖമായി നിൽക്കുക എന്നുള്ളത് നിർബന്ധമായതുകൊണ്ട് തന്നെ അവർ വ്യത്യസ്ത ഇടങ്ങളിലേക്ക് സഞ്ചരിക്കുന്നവരാണ്, വ്യത്യസ്ത ഇടങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവരാണ്. അപ്പോഴൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായി വരും എവിടെയാണ് കിബില, എവിടെയാണ് കഅബ, എവിടെയാണ് കഅബ സ്ഥിതി ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ, അതിനുള്ള ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഏറ്റവും യോജിച്ച വഴി അല്ലെങ്കിൽ എങ്ങനെ അതിലേക്ക് നോക്കി കാണാൻ കഴിയുമെന്നതിനെ കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം രൂപപ്പെടുത്തേണ്ടി വരികയും ചെയ്തു. ഓക്കെ. ഏറ്റവും നന്നായിട്ട് കിബിലക്ക് അഭിമുഖമായി എങ്ങനെ നിൽക്കണം എന്നതിനെ കുറിച്ച് ആലോചിച്ച് അതിലേക്ക് വേണ്ടിയിട്ടുള്ള